സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് ചെയ്യുന്നു. അലക്സ്, മുന്നറിയിപ്പുകൾ വീണ്ടും മാറുന്നു. എന്താണ് പുതിയ മുന്നറിയിപ്പുകൾ? എന്തൊക്കെയാണ് പുതിയ ജാഗ്രതകൾ? സുഹൈല, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് മലയോര മേഖലകളിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നു. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി മഴ പെയ്ത ഇടങ്ങളാണ്. ഇടുക്കിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും പെയ്തത്. പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഹൈറേഞ്ച് മലയോര മേഖലകളിൽ അതിതീവ്ര മഴ 20 മില്ലിമീറ്ററിന് മുകളിൽ മഴയാണ് 200 മില്ലിമീറ്ററിന് മുകളിൽ മഴയാണ് പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയത്. അതിനാൽ അതിതീവ്ര മഴ പലയിടങ്ങളിലും അത്തരത്തിൽ മലയോര മേഖലകളിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ ജാഗ്രത ഈ ജില്ലകളിൽ തുടരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ്, യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് സമാനമായി നൽകിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ്. മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. മറ്റൊന്ന്, നാളത്തേക്ക് ശേഷം സംസ്ഥാനത്തെ മഴയുടെ തീവ്രത ഒരുപക്ഷെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോഴും വടക്കൻ കേരളത്തിൽ ശക്തമായതോ ഒറ്റപ്പെട്ട ശക്തമായതോ ആയ മഴ അടുത്തൊരു 3-4 ദിവസം കൂടി തുടരാനാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതായത് കടലിൽ ശക്തമായ കാറ്റിനും അതുപോലെ കടൽ മോശമാകാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത നിലനിൽക്കുന്നതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതാണ് ഇത്തരത്തിൽ മഴ കനക്കാൻ കാരണമായി പറയുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലായിരിക്കും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. എന്തായാലും വടക്കൻ കേരളത്തിൽ മഴ തുടരും. ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട് 3 ജില്ലകളിൽ. ഒപ്പം കടലിൽ പോകുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശമുള്ളത്, മുന്നറിയിപ്പുള്ളത്.